ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പലതരത്തിലുള്ള പബ്ലിസിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള പബ്ലിസിറ്റികളാണുള്ളത്. ഒരു പ്രോഡക്റ്റോ ഒരാശയം മറ്റുള്ള വ്യക്തികളിലേക്ക്, സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സാധ്യതയുള്ള സ്റ്റാർ വാല്യുള്ള വ്യക്തികളെ കണ്ടെത്തി അവർക്ക് പൈസ നൽകിക്കൊണ്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി, ആശയത്തെപ്പറ്റി ചില പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സൊസൈറ്റിയിലേക്ക് എത്തിക്കുക. ഈ പ്രോഡക്റ്റോ ആശയമോ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുകയല്ല അവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, മറിച്ച് അവർക്ക് ലഭിക്കുന്ന പൈസയെ കരുതിയായിരിക്കും. എന്നാൽ മറ്റൊരു തരം പബ്ലിസിറ്റിയുണ്ട്. അത് ആർക്കും പൈസ കൊടുത്തിട്ടല്ല, മറിച്ച് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈ ആശയം കൊണ്ടല്ല, ഈ പ്രോഡക്റ്റ് കൊണ്ട് തങ്ങൾക്ക് ഗുണമുണ്ടായി എന്ന് കരുതിക്കൊണ്ട് ഇതേ നന്മ മറ്റുള്ള വ്യക്തികളിലേക്കും എത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അനുഭവിച്ചറിഞ്ഞ ഓരോ വ്യക്തികളും തങ്ങളുടെ മൗത്ത് കൊണ്ട് നൽകുന്ന വാചാലമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി, ഇതിനെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോ മിശിഹായെ മറ്റാരുടെയും നിർബന്ധത്താലല്ലാതെ, മറ്റാരുടെയും കയ്യിൽ നിന്ന് ഒരു 10 പൈസ പോലും വാങ്ങാതെ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ലോകത്തിലുള്ള സകല മനുഷ്യരും അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ട് തങ്ങളുടെ ജീവിതം പോലും ബലിയായി നൽകിക്കൊണ്ട് സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിച്ച ഈശോയുടെ 12 ശിഷ്യന്മാരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഈ ശ്ലീഹാ കാലഘട്ടത്തിൽ തിരുസഭയും ഈശോ മിശിഹായും നമ്മളോടും ചോദിക്കുന്നുണ്ട്. വിശുദ്ധ മാമോദീസായിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, മറ്റു കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നീ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് മറ്റുള്ളവരിലേക്ക് സൗജന്യമായി, ദാനമായി നൽകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഈശോ മിശിഹായുടെ വക്താവായി നിന്നുകൊണ്ട്, ഈശോ മിശിഹായുടെ വചനത്തിൻ്റെ വ്യാഖ്യാനം നൽകുന്ന വ്യക്തികളായി നിന്നുകൊണ്ട് സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാനായിട്ട് അല്പം മടി കാണിച്ചിട്ടുള്ളവരാണ് നമ്മൾ. എന്നും പള്ളിയിൽ പോകുമെന്ന്, വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥതയോട് പങ്കെടുക്കുമെന്ന് പറയുവാനായിട്ട് മടി കാണിച്ചിട്ടുള്ളവരാണ്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെ വെട്ടിച്ചുരുക്കിയവരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന വസ്തുക്കളും നമ്മുടെ ആശയങ്ങളുമൊക്കെ മറച്ചു വെച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുകയാണ്, സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോ പറയുകയാണ്, ചെമ്മരിയാടുകൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് പോകുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഈ ലോകത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ അവിടെ ഒന്നും ഭഗ്നാശരാകരുത്, ഭയപ്പെടരുത്. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. ഈ ലോകത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് കുഞ്ഞാടുകളുടെ നിഷ്കളങ്കതയോടുകൂടി നിങ്ങൾ പുറപ്പെടുമ്പോൾ ചെമ്മരിയാടുകൾക്ക് നശിപ്പിക്കാനും വരുന്ന ചെന്നായ്ക്കൾ എന്ന പോലെ അനേകം ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ എന്ത് പറയുമെന്നോ എന്ത് പ്രവർത്തിക്കുമെന്നോ കരുതി നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, നിങ്ങളെ ന്യായവിധിക്ക് മുമ്പിലായിട്ട് കൊണ്ടു നിർത്തിയേക്കാം. പക്ഷേ ഭയപ്പെടരുത്. കാരണം പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്നുള്ള സാക്ഷ്യം നൽകുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അവിടുന്ന് നിങ്ങൾക്ക് ശക്തി പകർന്നു തരും. പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയ വാഗ്ദാനം, ഇതിലും വലിയ വിശ്വസ്തയോടുകൂടി ദൈവം നമ്മളെ എങ്ങനെ ധൈര്യപ്പെടുത്തുവാനാണ്? ഈശോയുടെ ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈശോയുടെ ശിഷ്യന്മാർ പുറപ്പെട്ടതും അവരുടെ പ്രവർത്തനങ്ങൾ വഴിയായി ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് വന്നതും 2000-ലേറെ വർഷമായി സഭ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന
ഈശോയുടെ ഉത്തമ ശിഷ്യന്മാരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായി ആദ്യം ഈശോയുടെ സ്നേഹം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിച്ചെടുക്കണം. ഇത് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇത് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കൂ. നമ്മുടെ ജീവിതം വഴിയായി, പ്രവർത്തനങ്ങൾ വഴിയായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ഇത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണെന്ന് പറയുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കട്ടെ. ഈ അടുത്തിടയ്ക്ക് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്നുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു കത്തോലിക്കനാണ്, ഞാനൊരു സീറോ മലബാർ വിശ്വാസിയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴും ക്രിസ്തുവിനെ ഏറ്റുപറയുവാനായിട്ട്, എനിക്ക് വിശ്വാസമുണ്ടെന്ന് അടിയുറച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ ദൈവം മോശയോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി അഹ്റോൻ ഫറവോയോട് സംസാരിക്കട്ടെ. എൻ്റെ ജനത്തെ ആരാധിക്കുവാനായിട്ട് വിടുവാനായിട്ട് അഹ്റോൻ പറയുമ്പോൾ ഫറവോയുടെ ഹൃദയം കഠിനമാകും. എങ്കിലും തക്കതായ ശിക്ഷ ഞാൻ അവൾ നൽകുമ്പോൾ അവൻ അവരെ ആരാധനയ്ക്കായി വിടും. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരതിനെ എതിർക്കാം. പക്ഷേ അവസാന വിജയം ദൈവത്തിൻ്റേതാണ്. ആ ഒരു ഓർമ്മയോടുകൂടി നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പൗലോസ് ശ്ലീഹ പറയുന്നു, ഞങ്ങൾ ഞെരുക്കപ്പെടുന്നുണ്ട്, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ മേൽ ആൾക്കാർ വിദ്വേഷം പറഞ്ഞ് പരത്തുന്നത്, പക്ഷേ ഒരിക്കലും ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല, തകർക്കപ്പെടുന്നില്ല, ഭഗ്നാശരാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും പൗലോസ് ശ്ലീഹ നൽകിയ സാക്ഷ്യം പോലെ, ഈശോയുടെ 12 ശിഷ്യന്മാർ നൽകിയ സാക്ഷ്യം പോലെ അനേകം മൈലുകളിലേക്ക് സാക്ഷ്യമായി ചെല്ലുവാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതം വഴിയായി, സഭാജീവിതം വഴിയായി അനേകം ആളുകളെ വിശുദ്ധിയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.